ശ്രീമതി അനിതകുമാരി, നമ്മൾ പൊതുവിധി ബജറ്റിനെ വിശേഷിപ്പിക്കുമ്പോൾ സർവ്വ മേഖലകളെയും പരാമർശിച്ചു പോകുന്നൊരു ബജറ്റ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ശ്രദ്ധേയമായ മറ്റൊരു മേഖലയാണ് ഈ ഗിഗ് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട്. രാജ്യത്ത് ആകമാനം അവർ വലിയ പ്രതിഷേധത്തിലേക്കും സമരത്തിലേക്കും ഒക്കെ പോകുന്ന ഒരു കാലയളവിൽ കൂടിയാണ് ഗിഗ് ഹബ്ബുകൾ ഉൾപ്പെടെ ഒരു സംസ്ഥാനം ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് മാറുന്നു. അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, വേണ്ട നിലയിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു തൊഴിൽ വിഭാഗം കൂടിയാണത്. പക്ഷേ എങ്കിൽ പോലും അതിനുള്ള ആദ്യ ചുവടുകൾ ഉണ്ടാകുന്നു എന്നത് പ്രത്യാശ നൽകുന്നത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ ഒരു മേഖലയിൽ ഇപ്പം ധാരാളം നമ്മുടെ ഓഫീസവിധരായ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ തൊഴിൽ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം ഈയിടെ ഉണ്ടായ അവരുടെ സ്ട്രൈക്ക് തന്നെ ശരിക്കും അവർ അനുഭവിക്കുന്ന, അതായത് ഇമ്മീഡിയറ്റ്ലി ഒരു വിതിൻ 10 മിനിറ്റ്സോ അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ഡെലിവറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹാർഡ്ഷിപ്സുകൾ അവർ അനുഭവിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ് അവരെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും എടുത്തത് വലിയൊരു നേട്ടമായിട്ടേ നമുക്ക് കരുതാൻ പറ്റത്തുള്ളൂ. കാരണം അത് കൂടുതൽ ചെയ്യേണ്ടതാണ്. നമ്മുടെ എന്താ പറയണ്ടേ, ശരിക്കും ഈവൻ വിമൻ, നമ്മുടെ കുട്ടികൾ വരെ ഇപ്പോൾ ആ മേഖലയിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും അവരെ സംരക്ഷിക്കേണ്ട, കാരണം നമ്മൾ അതിഥി തൊഴിലാളിവരെ സംരക്ഷിക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് നമ്മുടെ തന്നെ ഗിഗ് വർക്കേഴ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളത് അത് പ്രതിജ്ഞാബദ്ധമാണ്. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പോരാ, പക്ഷേ അത് കൂടുതൽ വേണം. അത് വളരെ പ്രധാനമാണ്. പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ വേറൊരു പ്രത്യേകത നമ്മൾ കണ്ടത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി, അത് മറ്റു പല സംസ്ഥാനങ്ങളിലും ഇല്ലാത്തതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 200 കോടിയിൽ പരം രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നേരത്തെ മേരി ടീച്ചർ പറഞ്ഞ പോലെ നമ്മുടെ VB ജി റാംജി എന്നുള്ള ആ ഒരു MGNREGയുടെ ഒരു ചേഞ്ച്, ആ ചേഞ്ചിൽ വഴി ഗവൺമെൻറ്റിന് ഞങ്ങൾ ഗിഫ്റ്റ് തന്നെ ഒരു പഠനം നടത്തിയപ്പോൾ ഏകദേശം 1500 കോടി രൂപ അധിക ബാധ്യത ഗവൺമെൻറ് ഉണ്ടായിരിക്കുകയാണ്. അപ്പം അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ 1000 കോടി വെച്ചിരിക്കുന്നത്. അത് നല്ല സ്റ്റെപ്പാണ്. അപ്പം എല്ലാ തരത്തിലുള്ള തൊഴിലാളികളെയും സംരക്ഷിക്കുന്നതിനുള്ള ഒരു സ്റ്റെപ്പ് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒരു പൊതുമേഖലയിൽ വർക്ക് ചെയ്തിരുന്ന ആളെന്നുള്ള രീതിയിൽ, അതായത് ഗവൺമെൻറ് ഇപ്പോൾ മെഡിസെപ്പ് പദ്ധതി മുമ്പാണെങ്കിൽ ഗവൺമെൻറ് ജീവനക്കാർക്ക് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ പൊതുമേഖലയിൽ വർക്ക് ചെയ്യുന്ന ഓട്ടോണമസ് ഇതിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കും പെൻഷനായവർക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കോപ്പറേറ്റീവ് സെക്ടറിലുള്ളവർക്കും. അപ്പം എല്ലാ മേഖലയിലുള്ള തൊഴിലാളികളുടെയും ആ ഒരു പ്രശ്നങ്ങൾ ഗവൺമെൻറ് കാണുന്നുണ്ട്, അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് കാണാം.